വെൽക്കം ടു ലെജൻസ്. നമുക്ക് ഇന്നത്തെ ഹോം ഡെക്കർ ആയിട്ട് ഇതിൽ റണ്ണേഴ്സ് ആട്ടോ കാണിക്കുന്നത്. ഞാൻ ടേബിൾ മാറ്റ് മാത്രമല്ലേ കാണിക്കാറുള്ളൂ. അപ്പോൾ ഇത് റണ്ണർ എനിക്കൊന്ന് കുറേ പേർക്ക് അറിയായിരിക്കും, അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ ടേബിളിൻ്റെ സെൻറ്ററിലായിട്ട് ഇടുന്ന ഐറ്റമാണ് റണ്ണർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ടേബിൾ മാറ്റോടെ സെറ്റ് ചെയ്യുമ്പോഴാണ് ടേബിളിന് ശരിക്കുള്ള ഭംഗി കിട്ടുള്ളൂ. ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന അത്യാവശ്യം നല്ല വലിയ ടേബിളിന് പറ്റുന്ന രീതിക്കുള്ള ഐറ്റം കേട്ടോ. അപ്പോൾ ഇത് നല്ല ലെങ്തിയാണ്. ഇത് രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ടാസൽസ് ഉണ്ട്. നല്ല ലോങ് ആയിട്ട് കിടക്കും. പിന്നെ നമുക്കൊരു ആവറേജ് സൈസേ ഉള്ളെങ്കിലും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. ടേബിളിന്റെ താഴത്തോട്ട് ഈ ഒരു പോർഷൻ താഴെ എൻഡ് വരെ കിട്ടുന്ന രീതിയിൽ രണ്ട് സൈഡിലോട്ടായിട്ട് ഇടുന്ന അതാണ് നോർമലി റണ്ണർ ഇടുന്ന ഒരു സ്റ്റൈല്. ഇനി അങ്ങനെ അല്ലാതെ നമുക്ക് ടേബിളിലെ സെന്ററിലായിട്ട് ഇടുന്നതുകൊണ്ട് കുറച്ച് ലെങ്ത് നമുക്ക് ആ ടേബിൾ മൊത്തത്തിൽ തന്നെയാണെങ്കിലും അങ്ങനെ ഇടാം. അപ്പോൾ ഓരോ റണ്ണേഴ്സും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഓരോ ഡിസൈൻ അനുസരിച്ച് മാറ്റം വരാറുണ്ട്. ഇതിങ്ങനെ ഫുൾ ലെങ്ത്തിൽ രണ്ട് സൈഡിലും താഴെ വരെ കംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്ന രീതിയിൽ കിടക്കുന്ന ടൈപ്പ് റണ്ണറാണ് കേട്ടോ. അപ്പം നല്ല ലെങ്ത് ഉണ്ട്. അപ്പം അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ആവറേജ് സൈസ് ഒക്കെ ഉള്ളെങ്കിലും രണ്ട് സൈഡിലോട്ടായിട്ട് ഇടാൻ പാകത്തിന് അങ്ങനെ വേണമെങ്കിൽ എടുത്താൽ മതി. അപ്പോൾ റണ്ണേഴ്സൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് സൈറ്റിലൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ഒന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ടേബിൾ സെറ്റിങ്ങിൻ്റെ അകത്തൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ റണ്ണർ ഇടയ്ക്ക് ഞാൻ കൊണ്ടുവരാം. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഫസ്റ്റ് വൺ കണ്ടല്ലോ, നല്ല തിക്കായിട്ടുള്ള ഫാബ്രിക്കാണ്. നല്ല ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. സിൽവർ കോമ്പിനേഷനിൽ ത്രെഡ് വീവിങ് ആണ് ചെയ്തേക്കുന്നത്. താഴെ ടാസൽസ് ഇങ്ങനെ വരും. നല്ലൊരു ക്രോഷ്യോ ലുക്കൊക്കെ തോന്നിക്കുന്ന ഐറ്റമാണ്. ക്രോഷ്യോയുടെ ഇങ്ങനത്തെ മോഡലിനൊക്കെ നല്ല റേഞ്ച് വരും കേട്ടോ. റണ്ണേഴ്സൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ക്രോഷ്യോ ഒക്കെ മാത്രമായിട്ട് അതൊരു പീസിന് മാത്രമായിട്ട് നമുക്കൊരു 1000 റേഞ്ച് ഒക്കെ വരുന്ന ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇത് വലിയ റേറ്റ് വരത്തില്ല, കാരണം ഇത് ഈ മെറ്റീരിയൽ ഇങ്ങനത്തെ ഇതായതുകൊണ്ട്. എന്നാലും നമുക്ക് റേറ്റ് കുറച്ച് തന്നെയാട്ടോ നമ്മൾ തരുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഈ ഒരു റണ്ണറിന് നമുക്ക് 280 രൂപ മാത്രമേ ഉള്ളൂ. 280. അടുത്തും വൈറ്റ് തന്നെയാണ്, സിൽവറിന്റെ ചെറിയ വീവിങ് ഡിഫറൻസ് ഉള്ള ഐറ്റം കേട്ടോ. ഇതിന്റെ താഴെ ടാസൽസ് ഇല്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെന്ററിൽ മാത്രം കിടക്കണമെന്നുണ്ടെങ്കിൽ 2 മടക്കിലിട്ടാൽ മതി. ലെങ്ത് ഏകദേശം ഇതിന്റെ ഇരട്ടി വരും. ഇതിപ്പോൾ തിരിച്ചിടണമെങ്കിൽ അങ്ങനെ ഇടാം. ഇതല്ല കൂടുതൽ വൈറ്റ് നിങ്ങൾക്ക് കാണാൻ അങ്ങനെ ഇഷ്ടമെങ്കിൽ വൈറ്റ് കൂടുതലുള്ള പോർഷനാണ് ഇത് വരുന്നത്. ചെറിയ ലൈൻ പോലെ സിൽവർ ഉള്ളൂ. ഓപ്പോസിറ്റ് സൈഡിൽ കൂടുതലും സിൽവറിന്റെ ഒരു കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതൊക്കെ സെൻട്രലായിട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഇതും നിങ്ങൾക്ക് താഴത്തോട്ടായിട്ട് അങ്ങനെ കിടക്കുന്ന രീതിയിലാണല്ലോ ഇടാൻ പറ്റും. ലെങ്തി ആയിട്ട് കിടക്കണമെങ്കിൽ അങ്ങനെ ഇടുക. അങ്ങനെയല്ല, സെൻറ്ററിൽ മാത്രം കുറച്ച് പോർഷനിൽ നിങ്ങൾക്ക് കണ്ടാൽ മതിയെങ്കിൽ നേരെ ചപ്പാത്തിയാക്കി ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഹാഫായിട്ട് മടക്കി ഇട്ടിട്ട് നിങ്ങൾ ഇട്ടാൽ മതി. ഇതിൻ്റെ മേളിലോട്ട് നിങ്ങൾക്ക് മറ്റേ പ്ലാസ്റ്റിക് ഇതുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാലും ഇത് നല്ല വൃത്തിയായിട്ട് കിടന്നോളുവേ. അങ്ങനെ പെട്ടെന്ന് ചെളിയൊന്നും ആവില്ല. ഇതിൻ്റെ അകത്തല്ലേ കിടക്കുന്നത്. പക്ഷെ ടേബിൾ കാണാൻ നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ ഇത് നമുക്ക് ക്ലോത്ത് മെറ്റീരിയലാണ്, തേച്ചെടുക്കാൻ പറ്റുന്ന ഐറ്റം കേട്ടോ. ഇതിങ്ങനെ പുതിയതായിട്ട് നമുക്ക് അങ്ങനെ വരുമ്പോഴേ ഒരു ചെറിയൊരു ഇതുപോലെ ഉണ്ട്, ഇതുണ്ട് മടങ്ങിയിരിക്കുന്നത്. അത് തേച്ചാൽ നേരെ ആയിക്കോളും. അപ്പോൾ ഇതെല്ലാം വാഷ് ചെയ്യാൻ പറ്റുന്ന സൈസ് ഐറ്റമാണ്. അപ്പോൾ ഇതിന് ചേരുന്ന രീതിക്ക് വേണം, മാച്ചിങ് ആയിട്ട് വേണം നമുക്ക് ടേബിൾ മാറ്റാനും സെറ്റ് ചെയ്തെടുക്കാനേ. നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റി മറിച്ചൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് മാറ്റി വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. സെൻറ്ററിൽ കൊടുക്കുന്ന ഐറ്റമാണ് ഇത് കേട്ടോ. ഇതിന് ടാസിൽ അതൊന്നുമില്ല, നേരെ ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിനും ഒത്തിരി റേറ്റ് വരത്തില്ല. ഇതിന് ഏകദേശം 200 രൂപ മാത്രമേ ഉള്ളൂ, 200. അടുത്തൊരു ഗ്രീനിന്റെ കോമ്പിനേഷൻ ആട്ടോ. ഗ്രീനൊക്കെ എപ്പോഴും നല്ല എലഗന്റ് ലുക്കാണ്, കാരണം നമുക്ക് ഇതിന്റെ സെന്ററിലൊക്കെ ആ ഒരു ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്രീൻ മാച്ചിങ് ആയിട്ട് വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇതും അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ. ഇത് തിരിച്ചുള്ള തിരിഞ്ഞ വശമാണ്, നേരെ കിടക്കുന്നത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിന് നമുക്ക് അത്യാവശ്യം ലെങ്തി ആയിട്ട് തന്നെ ഇടാൻ പറ്റുന്ന ഐറ്റമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ലെങ്തി ആയിട്ട് ഇടാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മടക്കിയിട്ട് പകുതിയായിട്ട് നമുക്ക് ടേബിളിൻ്റെ ഒരു ഏകദേശം അര ഭാഗത്തോളം വരുന്ന രീതിയിൽ ആ സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇടാൻ ഇഷ്ടമുള്ളത് അങ്ങനെ ഇടുക. താഴത്തോട്ടൂടെ കിടക്കുന്ന മോഡലിലാണെങ്കിൽ അങ്ങനെ. ഞാൻ കാണിക്കുന്ന ടേബിൾ അത്ര ഭംഗിയൊന്നുമില്ല. നിങ്ങൾ നല്ല നോർമൽ ടേബിളൊക്കെ ഡൈനിങ് ടേബിൾ തന്നെ ഇടുമ്പോഴത്തേനും നല്ല രസമായിട്ട് തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ അല്ലാതെ ഹാഫിലായിട്ട് ഇട്ട് കാണിക്കാം. ഹാഫിലിടുമ്പോൾ തന്നെ ഇത്ര ലെങ്ത് ഉണ്ട്. അപ്പോൾ താഴെ വരെ ഇടുന്ന ലെങ്ത് കാണാനും നല്ലതാണ്, ഇങ്ങനെ ഇടുന്നതും നല്ലതാണ്. നമുക്ക് 2-3 രീതിയിലായിട്ട് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കി ഇത് ചെയ്തെടുത്താൽ മതിയേ. കളർ ഇതിൻ്റെ അകത്ത് കാണുന്നതിലും കുറച്ചുകൂടെ ഗ്രീൻ കളറാണ് കേട്ടോ. നല്ല ഗ്രീൻ ഇല്ലേ, ഒരു ലീഫ് ഗ്രീൻ്റെ ഒക്കെ ടൈപ്പ് ഗ്രീൻ കളറാണ് വരുന്നത്. നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ പറഞ്ഞു ഇതിൻ്റെയൊക്കെ സെൻറ്ററിൽ നമുക്ക് ആ ഒരു പ്ലാന്റ് പോലെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്താൽ ഗ്രീനുമായിട്ട് നല്ല മാച്ചിങ് ആയിരിക്കും. നമുക്ക് ഇതിന് പ്രൈസ് വരുന്നത് 190 ഉള്ളൂ, 196. ഇത് സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന റണ്ണറാണ്. അപ്പോൾ ഇതിനകത്ത് വേറെ വലിയ ഡിസൈനോ കാര്യങ്ങളോ ഇല്ല. ഇതിന് ഇത്ര ലെങ്ത്തേ വരുന്നുണ്ട്. ഈ ഒരു ടേബിളിൻ്റെ ലെങ്ത് ഇതിന് വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഹാഫ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ. കുഞ്ഞി ടേബിളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഇതിങ്ങനെ മൊത്തത്തിൽ തന്നെ കുഞ്ഞി ടേബിളിൽ അല്ലാതെ തന്നെ ഇങ്ങനെ ഇടാൻ പറ്റും. ഇതിനും നമുക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് മാച്ചിങ്ങിൽ സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ക്രിസ്മസിനോട് അടുത്ത ഇതായതുകൊണ്ട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നല്ല കളർ കോമ്പിനേഷനൊക്കെ വരുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. റെഡിൻ്റെയൊക്കെ മാച്ചിങ്ങിൽ കുറേ ഞാൻ കൊണ്ടുവരാം.
അപ്പോൾ ഇത് സിമ്പിൾ പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് അങ്ങനെ ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതൊക്കെ ആണെങ്കിൽ ഒരു ബ്ലാക്കിൻ്റെ ഒരു ഷെയ്ഡല്ലേ, അതുകൊണ്ട് അങ്ങനെ കടന്നോളും, അങ്ങനെ പെട്ടെന്ന് ചെളിയൊന്നും ആവില്ല. ഇതും സെൻറ്ററിൽ ആ ഗ്രീൻ കോമ്പിനേഷനിൽ പ്ലാന്റ് ഒക്കെ വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് കോൺട്രാസ്റ്റിൽ വേണമെങ്കിൽ വൈറ്റ് കോമ്പിനേഷനിലോ അല്ലെങ്കിൽ വേറെ ഗ്രീൻ പോലത്തെ കോമ്പിനേഷനിലോ ഒക്കെ മാറ്റി യൂസ് ചെയ്ത് ഗ്രേയുടെ കൂടെയൊക്കെ ആണെങ്കിലും ഇത് മാച്ച് ആയിപ്പോവും. അപ്പോൾ അങ്ങനെ കോമ്പിനേഷൻ ചെയ്ത് നമുക്ക് ആ ഒരു ടേബിൾ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് നമുക്ക് നമ്പർ കൊടുത്തേക്കാം കേട്ടോ, എല്ലാത്തിനും ഞാൻ നമ്പർ പറയുന്നില്ല, നമ്പർ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ പിന്നെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോ ആയിട്ടും കിടപ്പുണ്ട്, അതിൽ നിന്ന് വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. റണ്ണേഴ്സ് ഞാൻ ഇപ്പോൾ കാണിച്ചു തുടങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് ഒത്തിരി സെലക്ഷൻ കാണില്ല. ഇനിയിപ്പം വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ പ്രൈസ് 180 രൂപ മാത്രമേ ഉള്ളൂ, 180.